നാട്ടിലെ ബീഫിന്റെ അതേ ടേസ്റ്റ് ഉള്ള ലുലുവിന്റെ ഫ്രോസൺ ബീഫ്, അതാണ് ബോബി വീൽ. റീൽസിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ എല്ലാരും പറയുന്നു ഇത് നാട്ടിലെ ബീഫിന്റെ അതേ ടേസ്റ്റ് ആണെന്ന്. ഇവിടെ ഒരു ബീഫ് ലവർ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് ഇവിടെ കിട്ടുന്ന ബീഫ് തീരെ ഇഷ്ടമല്ല. നാട്ടിൽ പോകുമ്പോൾ പുള്ളിയുടെ പലതരം ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം നാട്ടിലെ ബീഫ് കഴിക്കുക എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ ഇവനെ ഒരെണ്ണം മേടിച്ച് വീക്കെൻഡ് സ്പെഷ്യൽ ഇവനിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ ബോബി വീലിനെ ഒന്ന് ഒലത്തിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് ഈ അളിയൻസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അളിയൻസിന്റെ വലിയൊരു ഫാനാണ്. അങ്ങനെ അളിയൻസ് ഒക്കെ വെച്ച് പരിപാടികൾ ഞാൻ അങ്ങനെ ആരംഭിച്ചു. പൊളിച്ചെടുത്ത വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ മീഡിയം സവാള 3, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ആദ്യം പക്ഷെ ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സവാള വാടാനനുസരിച്ചിട്ടുള്ള ഒരു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് വാടി വരട്ടെ. അങ്ങനെ സവാളയൊക്കെ വാടി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വാട്ടി സവാളയുടെ കൂടെ യോജിപ്പിച്ചെടുത്തു. ഇനി പൊടികളുടെ വരവാണ്, നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇത്ര ഇടുന്നുള്ളൂ, കാരണം ഈ ഒലത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം മുളക് പൊടി കൂടിപ്പോയാൽ ആകെ ഭയങ്കര എരിയായിരിക്കും. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ, കാരണം എൻ്റെ ഗരം മസാലയ്ക്ക് അത്യാവശ്യം നല്ല മണവും ടേസ്റ്റും ഉണ്ട്. ഇച്ചിരി ഏറെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മസാല ചുവ വരും. അതുകൊണ്ട് ഇത്ര കൊടുക്കുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ പച്ചമണം മാറുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കിന് നമുക്ക് ബീഫ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഞാൻ ആകെ ഒണിയന് മാത്രമുള്ള ഒരു ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇനി ബീഫിലേക്കുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഇളക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഇളക്കുകാരനായിട്ടുള്ള ശ്രീകാന്തിനെ കൂടെ വിളിച്ചിട്ടുണ്ട് ഒരു സഹായത്തിന്. പുള്ളിക്കാണെങ്കിൽ ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ട് മുമ്പ് ഇളക്കി പൂട്ടിച്ച് സാമ്പാർ വരുവാക്കും. അത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. അതുകൊണ്ട് ആ മോഹങ്ങളെല്ലാം ഇവിടെ ഇളക്കി തീർത്ത് സംതൃപ്തി അടയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നൊരു സാധനം മറന്നുപോയി. ഞാനൊരു കുറച്ച് കായപ്പൊടി ഇടാറുണ്ട് ബീഫ് വെക്കുമ്പോൾ. കാരണം ബീഫിന് അത്യാവശ്യം ഗ്യാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അമ്മയും ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് കുറച്ച് കായപ്പൊടി. അപ്പം ഞാനും അത് പിന്തുടർന്ന് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാനൊരു വീലായതുകൊണ്ട് ഒരു 4 വിസിൽ 5 വിസിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അടുപ്പിച്ചത്. ഞാൻ ബീഫ് എപ്പോൾ ഒലത്തിയാലും ഞാൻ നൈറ്റ് ഇതുപോലൊക്കെ വേവിച്ച് മസാലയെല്ലാം വെച്ച് കുക്കറിൽ വേവിച്ചിട്ട് വെക്കും. എന്നിട്ട് ആ ചാറും ഇഞ്ഞ് മാറ്റി വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പം നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് അങ്ങനെ ബീഫ് ഒലത്തി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പൊറോട്ടയോ നെയ്ച്ചോറോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇവിടെ ചാറ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചാറ് മാറ്റിയാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ്, ബീഫ് ഒലത്തിയത്, പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ കറി. ഇനി അപ്പോൾ നമുക്ക് ബീഫ് ഒലത്തി ഡ്രൈ ആക്കാനുള്ള പരിപാടി നോക്കാം. അതിന് ഞാനൊരു കടായി വെച്ച് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട്, തേങ്ങാക്കൊത്തൊരു ഇളം ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് അത് നിരത്തിയിട്ട് ഉലർത്തി എടുക്കുകയാണ് ചെയ്യാറുള്ളത്.
അതങ്ങനെ ഒരു മീഡിയം തീയിൽ കിടന്നിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നെയ്ച്ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വറുത്ത നെയ്യിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. അത് ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നെയ്യ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നെയ്ച്ചോറിന് വേണ്ട സവാള ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്ന 2 സവാള എടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം 3.5 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ സവാള വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബീഫ് ആദ്യത്തെ കുറച്ച് ഒന്ന് വഴണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് പിന്നെയും ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇട്ട് കൊടുത്ത് വെക്കാം. അപ്പോഴേക്കും നെയ്ച്ചോറിനുള്ള സവാള നന്നായിട്ട് വടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കഴുകി തോർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ അരിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല മണം വരും. നെയ്യുടെ അരിയുടെ എല്ലാം കൂടെ നല്ലൊരു മണം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ അരിയുടെയും വേവ് വ്യത്യാസമുണ്ട്. ഞാൻ പലപ്പോൾ പല അരിയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. എല്ലാത്തിനും ഞാൻ ഈ ഒരു റേഷ്യോ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ചില അരി ഈ ഒരു റേഷ്യോയിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ചില അരിക്ക് ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. അപ്പം ഞാൻ അത് ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് വേവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചൂടാക്കി ചേർക്കാറുണ്ട്. പിന്നെ ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കീറി. പിന്നെ കുറച്ച് വിനാഗിരി. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു വെള്ള നിറം ഈ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സമയത്താണ് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാള വാട്ടുന്നതിന് മുമ്പ് ആദ്യം സ്പൈസസ് ഇട്ട് വാട്ടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഈ സ്പൈസസിന്റെ ഒന്നും ഒരു ഓവർ റൈസിലോട്ട് ഇറങ്ങുന്ന അത്ര ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അതായിരിക്കും ബെറ്റർ. ഇങ്ങനെ ആവുമ്പോൾ ഒരു മൈൽഡ് ടേസ്റ്റേ വരത്തുള്ളൂ ഈ സ്പൈസസിന്റെ ഒക്കെ. എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം താമസിച്ചായിരുന്നു എണീറ്റത്. അത് കഴിഞ്ഞിട്ട് ബീഫും ഈ നെയ്ച്ചോറും ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ സമയം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട് ഉച്ചയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അവന്മാർ വരുമ്പോഴത്തേക്കിന് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയും വെച്ചു. തട്ടിക്കൂട്ടി ചിക്കൻ കറി എന്ന് വെച്ചാൽ എല്ലാവരും വെക്കുന്നത് നമ്മൾ സാധാ ഒരു ചിക്കൻ കറി. പക്ഷെ ഇതല്ല എൻ്റെ യഥാർത്ഥ ചിക്കൻ കറി. എൻ്റെ ചിക്കൻ കറി വേറെയാണ് ഗൈസ്. ഇത് ഉടായിപ്പ് ചിക്കൻ കറിയെന്നോ മടി പിടിച്ച ചിക്കൻ കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു ചിക്കൻ കറി. അങ്ങനെ ഒരു ചിക്കൻ കറിയും വെച്ച് ഞാൻ അങ്ങനെ വീക്കെൻഡുള്ള ഉച്ച ഊണ് റെഡിയാക്കി. നെയ്ച്ചോറ് പാത്രത്തിന്റെ അടപ്പ് മാറ്റിയപ്പോൾ എന്താ മണം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വലിയായിട്ട് കുഴഞ്ഞു പോയിട്ടുമില്ല, വേവാതിരുന്നിട്ടുമില്ല. ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പണികൾ കൂടെ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി, ചിക്കൻ കറി റെഡി, നമ്മുടെ ബീഫ് ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബോബി വീൽ, അവനെ കുറിച്ച് പറയണമല്ലോ. ഇന്നത്തെ ദിവസം നമ്മുടെ താരം അവനായിരുന്നല്ലോ. ആള് കൊള്ളാം. പറഞ്ഞതുപോലൊക്കെ നാട്ടിലെ ബീഫിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം തോന്നിയത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം നമ്മൾ കറി വെച്ചിട്ടാണല്ലോ അതിനകത്തുനിന്ന് എടുത്ത് ഒലത്തിയത്. കറി വെച്ചപ്പോൾ എനിക്കിത് നല്ല ടേസ്റ്റ് തോന്നി, നാട്ടിലെ പോലെ തന്നെ. പക്ഷേ ഫ്രഷ് ബീഫിന്റെ കൂട്ടല്ല നമ്മൾ ഒലത്തുമ്പം എവിടെയോ ഒരു ഫ്രോസന്റേതായ ഒരു ഇതുണ്ട്. കൊള്ളില്ല എന്നല്ല, കൊള്ളാം. പക്ഷെ കറിക്കായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.